നമുക്കെല്ലാം പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് വരാം. ഇന്ന് പകൽ അല്പസമയ തിരുവചന ചിന്തകൾക്കായി റോമാലേഖനം 1-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം ഈ പകൽ അല്പസമയ ചിന്തകൾക്ക് വേണ്ടി ഞാൻ വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ഉതകുന്ന ദൈവശക്തിയാകുന്നുവല്ലോ. നമുക്കെല്ലാം സുപരിചിതമേറിയ ഒരു തിരുവചനം നമ്മളൊന്ന് വായിച്ച് കേട്ടെ. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഈ കാലഘട്ടത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ഓടിച്ചു നോക്കുമ്പോൾ സുവിശേഷത്തെക്കുറിച്ചുള്ള ദാഹം മനുഷ്യരിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ നടുവിലേക്ക് നാം വന്നെത്തി നിൽക്കുന്നു. ഈ ലോകത്തേക്ക് നോക്കിയാൽ ഇപ്പോൾ സുവിശേഷം ശക്തമായി പ്രചരിക്കപ്പെടുന്നുണ്ട്. ഫേസ്ബുക്കും വാട്സപ്പും യൂട്യൂബും എന്ന് വേണ്ട സകല മാധ്യമങ്ങളിലൂടെ ഇന്ന് സുവിശേഷം ശക്തമായിട്ട് പ്രചരിക്കുന്നുണ്ട്. നമുക്ക് ആരുടെ മെസ്സേജ് വേണോ? ജോയ് പാർക്കൽ സാറിൻ്റെ മെസ്സേജ് വേണോ? ഒന്ന് വിരൽ അമർത്തിക്കഴിഞ്ഞാൽ ഏത് ടൈപ്പ് വേണം, വിശ്വാസം വേണോ, സ്പീഡുള്ള മെസ്സേജ് വേണോ, ക്ലാസിക്കൽ മെസ്സേജ് വേണോ, ഏത് മെസ്സേജ് വേണമെങ്കിലോ, ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും നമുക്ക് കൈകൾ ഓടിച്ചാൽ നമുക്ക് ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ നടുവിൽ വളരെ ലളിതമായി നമുക്ക് കിട്ടുന്നുണ്ട്. ഏത് വിഷയം വേണമെങ്കിലും കിട്ടും. പക്ഷേ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, ഇന്ന് ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിലും പ്രസംഗിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ പ്രസംഗങ്ങൾ വേണോ? ഫേസ്ബുക്കിലേക്ക് നോക്കിയാൽ, യൂട്യൂബിലേക്ക് നോക്കിയാൽ നമ്മുടെ പ്രസംഗങ്ങളെല്ലാം കിട്ടും. പാട്ട് കട്ട് ചെയ്ത് മാറ്റുന്നു, ലാസ്റ്റത്തെ പ്രോഗ്രാം കട്ട് ചെയ്ത് മാറ്റുന്നു, പ്രസംഗം മാത്രം കട്ട്. എൻ്റെയൊക്കെ ഞാനും പലപ്പോഴും ചെയ്യുന്ന കാര്യമാണ്. എൻ്റെ പ്രസംഗത്തെ മാത്രം എടുത്ത് കട്ട് ചെയ്തൊക്കെ ഇടുന്നു. ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ ഇതെല്ലാം ചെയ്യുമ്പോൾ എൻ്റെ അകത്ത് ഈ ദിവസങ്ങളിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിന്തയുണ്ട്. ഇതൊക്കെ നാം ചെയ്യുന്നുണ്ട്, പക്ഷെ എന്തിനു വേണ്ടി ചെയ്യുന്നു നാമൊക്കെ? എൻ്റെ അകത്തൊരു ചിന്ത വരെ പലപ്പോഴും നാം സ്വയമായിട്ട് ഉയരുവാൻ, ഒരു 4 പേർ എന്നെ അറിയണം, 4 പേർ എന്നെ കാണണോ, മറ്റുള്ളവർ എന്നെ ഒന്ന് അറിയണമെന്ന ചിന്താഗതിയിലാണോ ഈ കാലഘട്ടങ്ങളിൽ നാം സുവിശേഷത്തെ പ്രചരിക്കുന്നുണ്ട്. പണ്ട് കാലത്തേക്കാൾ അധികമായി ഇത് സുവിശേഷം ശക്തമായി പ്രചരിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ചേതോ വികാരം എന്താ നമ്മുടെയൊക്കെ ചിന്ത? ഞാനത് പ്രസംഗിച്ച് എന്നെ ഒന്ന് മറ്റുള്ളവർ പ്രദർശിപ്പിക്കണം, ഞാൻ എന്ന ചിന്തയിലേക്ക് സുവിശേഷം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ നടുവില ഒരു സ്നാന ശുശ്രൂഷ നടന്നാൽ അത് അപ്പത്തേനും ഫേസ്ബുക്കിൽ എടുക്കുന്നു, പോസ്റ്റ് ചെയ്യുന്നു. ഒരു കർത്തൃമേശ ആദ്യമായി നടത്തിയാൽ അത് എന്തു വേണ്ട സകല കാര്യങ്ങളും നാം ഇന്നങ്ങ് ലൈവായി ചെയ്തുകൊണ്ടിരിക്കുക. വേണം പ്രിയ സഹോദരങ്ങളെ, ഇതില്ലെങ്കിൽ ഒരു കാര്യം നടക്കത്തില്ല. പബ്ലിസിറ്റി എന്തായാലും ഉണ്ടായേ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഈ 30ാമത് ജനറൽ കൺവെൻഷനിൽ അലക്സാണ്ടർ സാർ ഒരു കാര്യം പ്രഖ്യാപിക്കുക, ഈ വർഷം നമുക്ക് പബ്ലിസിറ്റി വേണ്ട, ഒരു പബ്ലിസിറ്റി വേണ്ട, നമുക്ക് എല്ലാവരും വിളിച്ചു വരുത്തി നമുക്ക് നടത്താം, എത്രയോ ചെലവ് കുറഞ്ഞു കിട്ടും എന്ന് വെച്ച് കൺവെൻഷൻ നടത്തിയ എത്ര പേർ ഇതിൻ്റെ അകത്ത് വരും? എത്ര പേര് വരും? വളരെ കുറവായിരിക്കും. ഇനി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയത്തില്ലേ, അലക്സാണ്ടർ സാർ എന്താ പണി കാണിച്ചേ, ജോസഫ് അടക്കാളി സാർ എന്ത് പണി കാണിച്ച്, ഇങ്ങനെയാണോ ചെയ്യുന്നത്, ആൾക്കാരെ വിളിക്കണ്ടായിരുന്നോ, പബ്ലിസിറ്റി ചെയ്യണ്ടായിരുന്നോ എന്ന് 100 കൂട്ടം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. എൻ്റെ പ്രിയ സഹോദരങ്ങൾ, ഇതെല്ലാം വേണം. ഇതില്ലെങ്കിൽ ഒരു കാര്യങ്ങൾ മുമ്പോട്ട് പോകത്തില്ല. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ, സുവിശേഷത്തിന് വേണ്ടി ഓരോ സ്റ്റെപ്പുകൾ വെക്കുമ്പോഴും അകത്തൊരു കൊതിയോടെ അനേകർ കർത്താവിലേക്ക് വരണമെന്ന ഒരാഗ്രഹം കൊതിയോടുമാണോ നിങ്ങൾ ഓരോ സ്റ്റെപ്പുകൾ വെക്കുന്നത്? അവിടെ പ്രിയ സഹോദരങ്ങളുടെ വിഷയം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ പാട്ട് ഞാൻ അധികമൊന്നുമല്ല, ഒരു 5-6 മാസമേ ആയിട്ടുള്ളൂ പാട്ട് എഴുതാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് ഒരു പാട്ട് നമ്മൾ പറയുന്ന പോലെ പാട്ട് എഴുതുന്നു എന്ന് മാത്രമല്ല, അത് പുറത്തിറക്കണേ ഒരു 50,000 രൂപയുടെ ചിലവുണ്ട് ഒരു പാട്ട് പുറത്തിറക്കണമെങ്കിൽ. നമ്മൾ വിചാരിച്ചു കൂട്ട ഈസിയായ കാര്യമല്ല. അപ്പോൾ ഒരിക്കൽ ഞാനിങ്ങനെ വീട്ടിൽ രാത്രി ഞാനും പ്രിയപ്പെട്ടവൾ ഡ്യൂട്ടിക്ക് പോയി, ഞാനും എൻ്റെ 2 കൊച്ചു പൈതങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിച്ച് ബൈബിളൊക്കെ വായിച്ചിരിക്കുമ്പോൾ കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൽ കൂടാരമാകുന്ന നമ്മുടെ ഭൗമിക ഭവനം ഒഴിഞ്ഞു പോയാലും കൈപ്പണിയല്ലാത്തൊരു നിത്യഭവന സ്വർഗത്ത് എന്നൊക്കെ വായിച്ചിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ കിടന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് നിത്യവീട് എന്ന ചിന്ത ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ആ രാത്രിയിൽ കിടന്നപ്പോൾ അകത്ത് കിട്ടിയൊരു വഴിയാ, സ്വർഗീയമാം നിത്യവീട് എന്നുള്ളിൽ ദർശിക്കുമ്പോൾ കൂടാരമാകുന്ന ഭൗമ വീട്ടിൽ ആനന്ദിപ്പാൻ ഏതുമില്ല. ഞാൻ പ്രിയപ്പെട്ടവരെ അതങ്ങ് ചൊല്ലിയപ്പോൾ എൻ്റെ അകം ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ആത്മാവിൻ്റെ നിറവകത്ത് വെളിപ്പെട്ടു. അന്ത്യകാഹളം ധ്വനിക്കുമ്പോൾ നൊടി നേരം കൊണ്ട് ഞാൻ പറന്നു പോകും. സൂര്യനില്ല, ചന്ദ്രനില്ല, കുഞ്ഞാട്ടിന് ശോഭ കണ്ടാരധിക്കും. 100 പേര് കൊയ്തെടുത്ത വീരന്മാർ, കാണാൻ കൊതിച്ച ശ്രേഷ്ഠന്മാരെ ആ നാളിൽ കാണാമെന്നൊക്കെ അകത്ത് തുടിപ്പ് വന്നപ്പോൾ എഴുതിയപ്പോൾ എൻ്റെ അകത്തൊരു ചിന്ത, ഇത് അനേകരുടെ ഹൃദയങ്ങളിലേക്ക് എത്തിക്കണോ? ഓരോ നിത്യവീട് സ്വർഗത്തിലുണ്ടെന്ന് പാട്ടിലൂടെയാണെങ്കിലും ഒന്ന് ദൈവജനം അറിയണമെന്ന കൊതിയോടെ ഇന്ന് പകലും പ്രിയ സഹോദരങ്ങളെ, സുവിശേഷത്തെ നാം അനേകരിലേക്ക് എത്തിക്കണമെങ്കിൽ അകത്ത് അതിയായൊരു കൊതിയുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പറയുമ്പോൾ, നമ്മൾ പാടുമ്പോൾ, നമ്മൾ പ്രസംഗിക്കുമ്പോൾ അത് അനേകരുടെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് വെളിപ്പെടുത്തുള്ളൂ. നമ്മുടെ
സുരേഷ് ഭാഷ കൂടെ ഇരിപ്പുണ്ട്, അലക്സങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇവർ ഓരോ മാസം വർഷം എത്രയോ രൂപ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്നു. നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറമാ. എന്താ യുവാസന്മാരെ, ഇത് ഇത്രയധികം ചെലവാക്കുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ പുറകിലുണ്ട്. എന്നിട്ടും ഒരു മടി കൂടാതെ ഓരോന്ന് ചെയ്യുമ്പോഴും അകത്തൊരു കൊതിയുണ്ടല്ലേ. ഇല്ലായ്മയിലാണെങ്കിലോ ഇതൊക്കെ ചെയ്യുമ്പോഴും വീണ്ടും ചെയ്യാനുള്ള കൊതി ഇന്ന് പകൽ അതകത്ത് വെളിപ്പെടണം. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഭൗതിക നന്മ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സുവിശേഷത്തെ അനേകരിലേക്ക് എത്തിക്കുവാനുള്ള ഒരതിയായ കൊതി അകത്ത് വെളിപ്പെട്ടേ മതിയാകത്തുള്ളൂ. അങ്ങനെ വെളിപ്പെടുന്നവർക്ക് മാത്രമേ സുവിശേഷത്തെ അനേകരിലേക്ക് എത്തിക്കുവാൻ കഴിയുകയുള്ളൂ. വായിച്ച വാക്യത്തിലേക്ക് വരുമ്പോൾ അതാ റോമാലേഖനം 1:16 വാക്യത്തിലേക്ക് വരും. പൗലോസ് സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനോ പിന്നെ യവനനോ, അത് രക്ഷയ്ക്കായുള്ള ദൈവശക്തിയാകുന്നു. പൗലോസ് വെളിപ്പാടിൽ പറയുക, എനിക്ക് പ്രസംഗിക്കാൻ ലജ്ജയില്ല. ക്രിസ്തുവിനെ അനേകർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ എനിക്കൊരു മടിയില്ല. കാരണം എനിക്കൊരു സത്യമറിയോ, ഈ ലോകത്ത് രക്ഷിക്കപ്പെടുവാൻ, ഈ ലോകത്ത് കർത്താവിലേക്ക് നയിക്കപ്പെടുവാൻ ഒരു മാർഗം അത് ക്രിസ്തു എന്ന മാർഗമല്ലാതെ മറ്റൊരു മാർഗമില്ല. അതോടെ ഇന്ന് പകലോ പ്രാഗൽഭ്യത്തോടെ നമുക്ക് ഓരോരുത്തർക്കും പറയണോ, ക്രിസ്തു എന്ന മാർഗമല്ലാതെ ഒരു മാർഗമില്ല. അതുകൊണ്ട് ലജ്ജിച്ചു പോകല്ലേ. കർത്താവിനെ കുറിച്ച് പറയുവാൻ, അനേകർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ നീ ലജ്ജിക്കുന്നെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോയി. ഒരു മടി കാണിക്കല്ലേ. നമുക്കറിയാം പൗലോസിന്റെ ചരിത്രങ്ങൾ നമുക്കറിയാം. ക്രിസ്തുവിന് വേണ്ടി നിന്ന അനേക ഭക്തന്മാരെ പിടിച്ചു കെട്ടുക, അവരെ കൊന്നുകളയുക, ദമസ്കോസിൽ കൊണ്ടുപോയി തകർത്ത് കളയുക. ദമസ്കോസിലുള്ളവരെ പിടിച്ചു കെട്ടി യഹൂദ ഇസ്രായേലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പുറപ്പെട്ടുള്ള പൗലോസ്. ഓക്കെ, അധികാരത്തിന്റെ മുദ്ര, അധികാരത്തിന്റെ പദവി പൗലോസിന്റെ കയ്യിലുണ്ട്. പലപ്പോഴും നമ്മുടെയൊക്കെ അകത്തൊരു ചിന്തയാ, അധികാരം ഉണ്ടെങ്കിൽ, പവർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാമെന്നൊരു ചിന്ത പലപ്പോഴും നമ്മുടെയൊക്കെ അകത്ത് വരിക്കാറുണ്ട്. ഞാൻ ഓർക്കുന്നു, ഞാൻ പണ്ട് കമ്പനിയിലായിരിക്കുമ്പോൾ എൻ്റെ ഒരു സൂപ്പർവൈസർ ഉണ്ട്. അപ്പം ഞാനാണ് ഈ ആൾക്കാരെ അവരുടെ ടൈം ഷീറ്റ് എഴുതലും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നതൊക്കെ ഞാനാണ്. അപ്പോൾ ഞങ്ങളുടെ കമ്പനി പലപ്പോഴും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു 10-60 പേര് സപ്ലൈക്ക് ജോലിക്ക് വരും. അപ്പോൾ പണി കുറയുമ്പോൾ ഇവരെ ഞങ്ങൾ പിരിച്ചുവിടും. പിന്നെ പണി ഉള്ളപ്പോൾ വരും. അങ്ങനെ വരുമ്പോൾ ഒരു 10 പണി വളരെ ചെറുതായിട്ട് കുറഞ്ഞ് വരുമ്പോൾ ഞങ്ങളുടെ സൂപ്പർവൈസർ ഒരു കോഴിക്കോടുകാരനാണ്. അപ്പോൾ ഇക്ക വന്ന് പറയും, ലിജോ ഒരു 10 പേരെ നമുക്ക് മാറ്റണം, കാരണം മോളിൽ നിന്ന് പ്രഷർ വരുന്നുണ്ട്, 10 പേരെ കുറയ്ക്കണം, പണി കുറവാ. അപ്പോൾ ഞാൻ പറയും, ഇക്ക ഞങ്ങൾ ചെയ്യ്, ഈ 10 പേര് നമ്മുടെ കൂടെ ഒരു വർഷമൊക്കെ ഒന്നിച്ച് ജോലി ചെയ്തിട്ട് അതിൽ 10 പേരെ എങ്ങനെയാണ് പറഞ്ഞു വിടുക. അപ്പം ഇക്ക പറയും, അത് എനിക്ക് പറ്റാത്തോണ്ടാണ്, നീ ഒരു 10 പേരുടെ പേരെഴുതിത്താ. അപ്പം മനസ്സോടെയൊക്കെ കൊടുക്കും. ചിലപ്പോൾ ഈ പാവപ്പെട്ട പിള്ളേരൊക്കെ ചിലപ്പോൾ 50 ദിർഹംസ് 100 ദിർഹംസ് കൈ കൊണ്ട് തരും. എന്തിനു വേണ്ടി ആ പിരിച്ച് വിടല്ലേ എന്ന് പറയാം. കാരണം നിവർത്തികൾ കൊണ്ട് നമ്മൾ അത്യാവശ്യം പണി ചെയ്യാത്തവരെയൊക്കെ നമ്മൾ പറഞ്ഞു വിടും. കാരണം എന്താണെന്ന് അറിയാം പ്രിയ സഹോദരങ്ങളെ. അപ്പോൾ നോക്കിയേ, അധികാരമുണ്ടെങ്കിൽ, പദവിയുണ്ടെങ്കിൽ, പവറുണ്ടെങ്കിൽ എന്തു ചെയ്യാമെന്ന പൗലോസിൻ്റെ അകത്ത് വന്ന ചിന്ത പോലെ പലപ്പോഴും നമ്മുടെ അകത്ത് ആ ചിന്ത വെളിപ്പെടാറുണ്ട്. നാം ആയിരിക്കുന്ന മേഖലകളിൽ എന്നെ കൊണ്ട് എല്ലാം സാധിക്കൂ, എന്തും ചെയ്യാമെന്നൊരു ചിന്ത അകത്ത് പലപ്പോഴും. എന്നാൽ എൻ്റെ അകത്ത് ചിന്തിക്കുന്ന, എന്നെ ഭരിക്കുന്ന ചിന്ത എന്താണെന്ന് അറിയാമോ? എന്നെ പലപ്പോഴും ഭയപ്പെടുന്നൊരു കാര്യമോ, നീതിയോടെ ന്യായം വിധിക്കുന്ന ഒരു ന്യായാധിപൻ സ്വർഗത്തിലുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ ഇഷ്ടത്തിന്, എനിക്ക് അധികാരോ പദവി എല്ലാം ഉണ്ടെങ്കിൽ എനിക്ക് എന്തോ ചെയ്യാമെന്ന ചിന്ത ഇന്ന് പകൽ നമ്മുടെ അകത്ത് ഭരിക്കുന്നെങ്കിൽ ഓർത്തോ, നീതിയോടെ ന്യായം വിധിക്കുന്ന ഒരു ന്യായാധിപൻ സ്വർഗത്തിലുണ്ട്. അവൻ നമ്മെ വിധിക്കുമെന്ന് സത്യം. ഇത് പറഞ്ഞു ഞാനൊരു കാര്യം ഓർക്കുക. എൻ്റെ 19-ാമത്തെ വയസ്സിൽ വിശ്വാസത്തിലേക്ക്, 20-ാമത്തെ വയസ്സിൽ വിശ്വാസത്തിലേക്ക് ഇറങ്ങി. എൻ്റെ 19-ാമത്തെ വയസ്സിൽ ഞാൻ ദുബായിയുടെ പ്രദേശത്തേക്ക് പോയി. അപ്പോൾ ചെന്ന ചില നാളുകളിലെ കർത്താവിനെ അറിയുവാനൊക്കെ ജീവിതത്തിൽ ദൈവം ഭാഗ്യമൊരുക്കിയത്. അപ്പോൾ കർത്താവിനെ അറിഞ്ഞ 20-ാമത്തെ വയസ്സിലൊക്കെ ഭയങ്കര സ്പിരിറ്റാണ്. അപ്പോൾ രാത്രിയാകുമ്പോൾ വീട്ടിൽ വരും. വന്ന ഉടനെ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോകുന്നു. മരുഭൂമിക്ക് പോയി അവിടെ കാർഡ്ബോർഡൊക്കെ വിരിച്ചിട്ട് ഞങ്ങളവിടെ പ്രാർത്ഥിക്കും. ഇതൊക്കെ കാണുമ്പോൾ റൂമിലുള്ള 10-12 പേര് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അദ്ദേഹം അവിടെ കൂട്ടത്തിലൊരു ശശി എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട്. അദ്ദേഹം അത്യാവശ്യം കള്ളു കുടിക്കുകയും നല്ല ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യമാണ്. ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് പോകുന്നു, ഇതെല്ലാം ചെയ്യുമ്പോൾ രാത്രി കയറി വരുന്നു, ഇതൊക്കെ ഭയങ്കര ദേഷ്യം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം, എനിക്ക് 20 വയസ്സ് പ്രായമേ ഉള്ളൂ, അദ്ദേഹം ഇടയ്ക്ക് പലപ്പോഴും വരുമ്പോൾ ഷോൾഡർ കൊണ്ട് എന്നെ തട്ടും, പലപ്പോഴും ചവിട്ടും, ചീത്ത പറയും, പലതും പറയും. ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ ഒന്നും പറയാൻ എനിക്കില്ല. പലപ്പോഴും ഇതെല്ലാം സഹിച്ചു നിൽക്കും. ഒരു ദിവസം ഞാനിങ്ങനെ പുറത്തുനിന്ന് വന്ന് ഡോറ് തുറക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു അപ്പുറത്തുണ്ടായിരുന്നു. ഈ ഡോറ് തുറക്കലും അദ്ദേഹത്തിൻ്റെ ദേഹത്തോട്ട് ആ ഡോറ് വന്ന് തട്ടി. അദ്ദേഹം എന്നെ ഒരൊറ്റ
ചവിട്ട ഞാൻ നേരെ പുറത്തേക്ക് അങ്ങ് വീണു. ഞാൻ പലപ്പോഴും എൻ്റെ ആ ചെറിയ പ്രായത്തിൽ പ്രതികരിക്കാൻ കഴിയത്തില്ല. പക്ഷേ ഞാൻ നിറകണ്ണുകളോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് അവിടെ നിന്ന് ഞാൻ ചെന്ന് എൻ്റെ തോർത്തും എൻ്റെ സോപ്പ് പൊട്ടിയും എടുത്തുകൊണ്ട് ഞാൻ ബാത്റൂമിൻ്റെ അകത്ത് പോയി കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു ശബ്ദം കേട്ടു, അയ്യോ അമ്മേ എന്ന് പറഞ്ഞ്. ഞാൻ നോക്കിയപ്പോൾ ഈ മനുഷ്യൻ്റെ, എന്നെ ചവിട്ടിയ മനുഷ്യൻ്റെ ആ ഷോൾഡർ താഴേക്കങ്ങ് പോയി. അദ്ദേഹം അവിടെ കിടന്ന് നിലവിളിക്കുക. ഞാൻ ഇറങ്ങി വന്ന് കണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 9:30 കൊണ്ട് 3 മണിയായപ്പോഴാണ് ഡോക്ടർമാർ വന്ന് കാര്യം ശരിയായി. കാരണം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇച്ചിരി തിരക്കാം. 3 മണി. അന്ന് എനിക്കൊരു സത്യം മനസ്സിലായി, നമ്മൾ പ്രതികാരത്തിന് പോകേണ്ട, നമ്മൾ പ്രതികരിക്കാൻ പോകേണ്ട. എനിക്ക് അന്ന് വെളിപ്പെട്ടൊരു വെളിപ്പാട്, നീതിയോടെ ന്യായം വിധിക്കുന്നൊരു ന്യായാധിപനുണ്ട്. ഇന്ന് പകൽ പ്രിയ സഹോദര, നിങ്ങൾക്കെതിരെ ശത്രു വെല്ലുവിളികൾ ഉയർത്തുമ്പോൾ ആ ശത്രുവിന്റെ വെല്ലുവിളിയെ കണ്ടുകൊണ്ട് നീ പ്രതികരിക്കല്ലേ. നീ വിശ്വസ്തയോടെ എൻ്റെ അപ്പന്റെ കരങ്ങളിലേക്ക് നിന്നെ കൊടുത്താൽ നമുക്ക് വേണ്ടി പ്രതികാരം ചെയ്യുന്ന, നമുക്ക് വേണ്ടി പകരം ചെയ്യുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. ഇന്ന് പകല ഉറപ്പുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. പലപ്പോഴും നമ്മുടെ അകത്ത് ഉറപ്പ് വെളിപ്പെടുന്നത് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്ത് പ്രതിസന്ധി വന്നാലോ നമ്മൾ സന്തോഷത്തോടെ കർത്താവിൻ്റെ കൂടെ നടന്നാൽ മതി എന്ന ചിന്ത പലപ്പോഴും നമ്മെ ഭരിക്കാറില്ല. പലപ്പോഴും നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനോടുകയാ. അതല്ല പ്രിയ സഹോദരങ്ങളെ, എന്ത് പ്രതിസന്ധി വന്നാലും പ്രതികൂലങ്ങൾ വന്നാലും എൻ്റെ കർത്താവിന് വേണ്ടി നിൽക്കാൻ ഞാൻ തയ്യാറായാൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവജനത്തെ പീഡിപ്പിച്ച് അവരെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പൗലോസിന്റെ ഒരു കിട്ടി. എന്താ പൗലോസ് ഒരു കാര്യം പറഞ്ഞു, ദമസ്കോസിൽ അനേകം ദൈവജനത്തെ ക്രിസ്തുവിന് വേണ്ടി വിശ്വസിച്ച് നിൽക്കുന്ന ഒരു കൂട്ടം ദൈവജനം അവിടെയുണ്ട്. പൗലോസ് ചാടി എഴുന്നേറ്റിട്ട് അവരെ തകർക്കേണ്ടതിന്, അവരെ പിടിച്ചു കെട്ടി കൊണ്ടുവരേണ്ടതിന് ദമസ്കോസിലേക്ക് കടന്നു പോകുമ്പോൾ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ എത്തുന്നതിന് മുന്നേ കർത്താവിനെ തടഞ്ഞു. ഇന്ന് പകലും ഞാൻ പറയാ, നമുക്കെതിരെ ശത്രു വെല്ലുവിളികൾ ഉയർത്തുമ്പോൾ നീ തകർന്നു പോകും എന്നൊക്കെ ചിന്തിച്ച് നിനക്ക് വെല്ലുവിളി ഉയർത്തുമ്പോൾ നീ നിരാശപ്പെട്ടു പോകല്ലേ. നീ വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്ന ഭക്തനാണെങ്കിൽ നിന്റെ പടിവാതിൽക്കൽ ശത്രു എത്തുന്നതിന് മുന്നേ അതിനെ തകർത്ത് നിന്നെ ജയോത്സവമായി നടത്തുന്ന മഹാദൈവത്തിന്റെ കരം ഇന്ന് പകല് വെളിപ്പെടുന്നുണ്ട്. നമുക്ക് ഈ വെളിപ്പാടിന്റെ ആധിക്യം കിട്ടിയില്ല പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ നിരാശപ്പെടല്ലേ. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മഹാദൈവ സ്വർഗത്തിലുണ്ട്. പൗലോസ് ദമസ്കോസിന്റെ പടിവാതിൽ കേൾക്കുന്നത് ദൈവശബ്ദം കേട്ട പൗലോസ്, ശൗലേ ശൗലേ, ദൈവശബ്ദം കേട്ട പൗലോസ് എവിടേക്കാ? വീണ്ടും അനന്യാസിനോട് ദൈവാത്മ വിടവിട്ടു. അനന്യാസ് യൂദയുടെ ഭവനത്തിൽ ചെല്ലണം. എന്താ? അവിടെ ശൗൽ എന്ന പേരുള്ള ഒരുവനുണ്ട്, നീ അവനെ തൊടണം. ഉടനെ അനന്യാസിന്റെ മറുപടി, കർത്താവേ, അവനാണ് ശൗല, അധികാരത്തിന്റെ മുദ്രയുള്ളവൻ, പണമുള്ളവൻ, പദവിയുള്ളവൻ, പ്രശസ്തിയുള്ളവൻ. അവന്റെ അടുക്കലേക്ക് ഞാൻ എങ്ങനെ പോകും? അനന്യാസേ, നീ ഭയപ്പെടല്ലേ. നിനക്ക് വേണ്ടി നിന്റെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു ആയുധമാക്കി ഞാൻ അവനെ മാറ്റിയിട്ടുണ്ട്. ഇന്ന് പകൽ നാം പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ, നമ്മളായിരിക്കുന്ന മേഖല എവിടെയാണെങ്കിലോ അവിടെ നമുക്ക് വിരോധമായി നിൽക്കുന്നതിന് നമുക്ക് അനുകൂലമാക്കി തരുവാൻ കഴിയുന്ന ഒരു ദൈവം ഉണ്ടെന്ന് നമ്മുടെ അകത്തെ വിശ്വാസം എപ്രകാരമാണോ അതനുസരിച്ച് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക. അതുകൊണ്ട് നിരാശപ്പെട്ടു പോകല്ലേ. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. യഹൂദനും യവനനോ രക്ഷയ്ക്കായി ഊതുന്ന ദൈവശബ്ദം. അപ്പൊ ഈ ക്രിസ്തുവിനെ നോക്കി, അനുഭവത്തിൽ പൗലോസ് ക്രിസ്തുവിനെ അറിഞ്ഞു. ശൗൽ അനുഭവത്തിൽ യേശുവിനെ അറിയുവാനിടയായി തീർന്നു. ഇന്ന് പകൽ ഒന്നാമതൊരു സത്യം ഞാൻ പറയാ, അനുഭവത്തിൽ ദൈവത്തെ അറിഞ്ഞവന് മാത്രമേ ഒരാഴമേറിയ സുവിശേഷകരായി മാറാൻ കഴിയത്തുള്ളൂ. നിനക്ക് അനുഭവമില്ല എങ്കിൽ നമുക്ക് പലപ്പോഴും സർട്ടിഫിക്കറ്റ് ഉണ്ടാകും. അതൊക്കെ ഉണ്ടെന്ന് വെച്ചുകൊണ്ട് ഒരിക്കലും ഒരു സുവിശേഷ വേലയിൽ നമുക്ക് ജ്വലിക്കുവാൻ കഴിയത്തില്ല. സുവിശേഷത്തിൽ ജ്വലിക്കണമെങ്കിൽ ഒരനുഭവം. സുരേഷ് മാസ്റ്ററും അലക്സങ്ങളും ജോയ് പാറക്കൽ സാറൊക്കെ ഇവിടെ ഇല്ലേ? എത്രയോ അനുഭവങ്ങളിലൂടെ, ശോധനകളിലൂടെ, പ്രതിസന്ധികളിലൂടെ മുളേനിയുടെ ചരിത്രങ്ങൾ നമുക്കറിയത്തില്ലേ? അനുഭവമുള്ളവനെ, തീക്കകത്തൂടെ പോയവനെ സുവിശേഷത്തിൽ ജ്വലിക്കാൻ കഴിയുകയുള്ളൂ. പലപ്പോഴും നമ്മൾ പഠിച്ചിറങ്ങിയ ആ ഒരു പ്രൗഢിയിൽ ഇറങ്ങി തിരിച്ചാൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ പരാജയപ്പെട്ടു പോകും. പക്ഷേ അനുഭവം വേണോ എന്ന് വെച്ചാൽ യഹോവ നല്ലവനെന്ന് നീ ഒന്ന് രുചിച്ചറിയണോ? എൻ്റെ ദൈവത്തിന്റെ മഹത്വം അറിയണോ? അറിഞ്ഞവർക്ക് മാത്രമേ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ കഴിയുകയുള്ളൂ. നമ്മുടെ തലമുറകൾ എവിടെ പോയി? ഒരൊറ്റ തലമുറയെ കാണുന്നില്ലല്ലോ. എന്താ? അനുഭവമില്ല. ഇന്ന് അവർക്ക് പ്രാർത്ഥനയുണ്ട്, ശരിയാ, രക്ഷിക്കപ്പെട്ടു, ശരിയാ, അവർ അഭിഷേകം പ്രാപിച്ചു, ശരിയാ, സ്നാനപ്പെട്ടു, ശരിയാ,
പകൽ എവിടെ പോയി? എന്തുകൊണ്ട് ഈ പന്തലിന്റെ അകത്തെ കാണാത്തതിന്റെ കാരണം എന്താ? അനുഭവമില്ല. അനുഭവം അകത്ത് വെളിപ്പെട്ടവര് ദൈവസന്നിധിയിൽ മിണ്ടാതിരിക്കാൻ കഴിയത്തില്ല, അവർ തുള്ളാതിരിക്കാൻ കഴിയത്തില്ല. 84 വയസ്സുള്ള അപ്പച്ചൻ മുമ്പിൽ ഇരിക്കുന്നത് എന്തുകൊണ്ടാ? ഈ ശക്തിയുടെ ചൂടിന്റെ അകത്തു വിശ്രമിക്കാതെ 40, 30, 50 വയസ്സ് പ്രായമുള്ള അനേകർ വിശ്രമിക്കുമ്പോൾ അപ്പച്ചൻ നോക്കി മുമ്പിലിരുന്ന് തുള്ളിച്ചാടുകയാ. എന്താ? ഒരനുഭവമുണ്ട്, ഒരനുഭവം അകത്തുണ്ട്. അനുഭവമുള്ളവർക്ക് യേശുവിനെ പ്രസംഗിക്കാൻ, അനുഭവമുള്ളവർ പ്രസംഗിച്ച തീയായി നിൽക്കുമെന്ന് അവിടെ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങിച്ചെല്ലും. നിങ്ങൾക്ക് ഞാൻ എൻ്റെ 19ാമത്തെ വയസ്സിൽ ഞാൻ ആദ്യമായി രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ എനിക്ക് +2 എല്ലാം കഴിഞ്ഞ് ഇറക്കിയപ്പോൾ ഞാൻ ചിന്തിച്ചു, പഠിച്ചിട്ട് അധികം മുമ്പോട്ട് പോകാനുള്ള സാധ്യതകൾ കുറവാണ്. അതുകൊണ്ട് ഞാൻ എക്സ്റേ വെൽഡിങ്ങിൻ്റെ കോഴ്സും ഞാൻ മുന്നോട്ട് പോവുകയാണ്. എക്സ്റേ വെൽഡിങ്ങിൻ്റെ കോഴ്സും പഠിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, നേരെ ഒരു 6 മാസം മുംബൈയിൽ പോയി കുറച്ച് വെൽഡിങ്ങിൻ്റെ പണിയൊക്കെ അത്യാവശ്യമൊക്കെ പഠിച്ചു നിന്നു. അമ്മാച്ചനെ നിർബന്ധിച്ച് അമ്മാച്ചൻ, എൻ്റെ നിർബന്ധം കാരണം അമ്മാച്ചനെനിക്ക് UAE ഒരു ജോലിയൊക്കെ ലഭിച്ചു. അപ്പോൾ ഒരു സപ്ലൈ കമ്പനിയിൽ ജോലി ചെയ്യുന്നത്. സപ്ലൈ കമ്പനി എന്ന് പറഞ്ഞാൽ നല്ല കമ്പനികൾക്ക് ആൾക്കാരെ ആവശ്യമുണ്ടെങ്കിൽ അവർ ഞങ്ങളുടെ കമ്പനി ഇൻഫോം ചെയ്യും. അപ്പോൾ ഞങ്ങളൊരു 10 വെൽഡർമാരെ വേണമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു 10 വെൽഡർമാർ അവിടെ ചെന്ന് ടെസ്റ്റ് അടിച്ച് പാസ്സായെങ്കിൽ മാത്രമേ അവിടെ എടുക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ പറഞ്ഞു വിടൂ. അങ്ങനെ ഞാൻ ഇവിടുന്ന് പോയി വലിയ പ്രതീക്ഷയോടെയൊക്കെ പോയതാ. എന്നിട്ട് ഫസ്റ്റ് എവർ സൺഡേ എന്ന് പറഞ്ഞൊരു കമ്പനി, തമിഴന്മാരുടെ വലിയ കമ്പനിയാണ്, ഒരു ഈ ബ്രിഡ്ജിൻ്റെയൊക്കെ ബീമൊക്കെ ഉണ്ടാക്കുന്ന കമ്പനി. അപ്പം ഞാൻ അവിടെ ചെന്ന് വലിയ പ്രതീക്ഷയോടെ നിന്നപ്പോൾ ഒരു ഓവർഹെഡ് വെൽഡ് ചെയ്യാൻ വേണ്ടി ഒരു പ്ലേറ്റൊക്കെ അവർ സെറ്റ് ചെയ്ത് തന്നു. അപ്പം ഞാൻ വലിയ പ്രതീക്ഷയോടൊക്കെ വെൽഡ് ചെയ്തെല്ലാം ഒരു എക്സ്പീരിയൻസ് എനിക്കില്ല. കാരണം ഒരു 6 മാസം കോഴ്സും പഠിച്ച് 6 മാസം അവിടെ തട്ടിമുട്ടി നടന്നവർ ഒരു നല്ല ഹൈ പ്രഷർ ജോബൊക്കെ വെൽഡ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ വെൽഡ് ചെയ്യുന്നതോറും ഓരോന്നിങ്ങനെ ഉറ്റുറ്റുറ്റ് താഴോട്ട് പോകുകയാ. എനിക്കൊരു സത്യം മനസ്സിലായി, എൻ്റെ ഈ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് വെൽഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ഞാൻ വല്ലാതെ ഭാരപ്പെട്ടു. ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ അകത്ത് വന്നൊരു ചിന്ത, അവരുടെ ഉള്ളവരോട് പറയാം, ഞാനൊരു ഹെൽപ്പറായിട്ടൊക്കെ നിൽക്കാം. അങ്ങനെ നിന്ന് വെൽഡിങ്ങൊക്കെ പഠിച്ചിട്ട് കയറാമെന്നൊരു ചിന്ത പെട്ടെന്ന് ഞാൻ അവിടെ ചോദിച്ചു, ഞാൻ നിന്നോട്ടെ, അതൊരു കുഴപ്പമില്ല. അപ്പോൾ വെൽഡറുടെ സാലറിയുടെ പകുതി സാലറി കിട്ടത്തുള്ളൂ, കുഴപ്പമില്ല, ഒരു 6 മാസം നിൽക്കുക. ഞാനവിടെ നിന്നു. അവിടെ കൂടെ നിന്ന് വെൽഡിങ് പഠിച്ചു. വെൽഡിങ് മാത്രമല്ല, പഠിക്കും തോറും അവിടെ ക്ലീൻ ചെയ്യണം, അവർ വെൽഡ് ചെയ്ത ചിപ്പ് ചെയ്യണം, ഗ്രൈൻഡ് ചെയ്യണം, ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണം, അവർ പറയുന്നതൊക്കെ ചെയ്യണം. അതൊക്കെ ചെയ്തൊരു 6 മാസം അവരെ കൂടെ നിന്ന് വെൽഡിങ് ഉച്ച സമയങ്ങളിൽ ലഭിക്കുമ്പോൾ ചെറിയ കുറ്റിറാടൊക്കെ എടുത്ത് വെൽഡിങ് ഒക്കെ പഠിച്ചു. എൻ്റെ പ്രിയ സഹോദരങ്ങൾ, ഞാൻ പറഞ്ഞതിനേക്കാളോ ഒരു എക്സ്പീരിയൻസ് ഉള്ളവര് സുവിശേഷ വേലയ്ക്കകത്ത് ജ്വലിക്കാൻ കഴിയത്തുള്ളൂ. നീ പഠിച്ചിറങ്ങിയത് കൊണ്ട്, പാണ്ഡിത്യം കൊണ്ട് ചാടിയിറങ്ങിയാൽ നീ പരാജയപ്പെട്ടു പോവുകയുള്ളൂ. നീ മുഴങ്കാലും മടക്കി ദൈവസ്ഥലത്തിലിരുന്ന് പ്രാർത്ഥിച്ചാത്മാവിന്റെ ശക്തിയെ അകത്ത് പ്രാപിച്ചവരെ ഈ വേല ചെയ്യുവാൻ കഴിയത്തുള്ളൂ. പുറമാണെങ്കിൽ ഷോ അല്ല വിഷയം. ആഴമായിട്ടൊന്ന് വിരൽ ചൂണ്ടിയാൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനും നമ്മുടെ അലക്സാണ്ടറുടെ ജോളിയാൻ്റെയൊക്കെ സംസാരിച്ചപ്പോൾ ആൻറ്റി പറഞ്ഞൊരു കാര്യമുണ്ട്, ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണോ, അവൻ്റെ മഹിമ കണ്ട സാക്ഷിയാകണമെങ്കിൽ ഒരു എക്സ്പീരിയൻസ് അകത്ത് വെളിപ്പെടണോ. ആമേൻ. അപ്പം ഞാൻ 6 മാസത്തെ കോഴ്സ്, 6 മാസത്തെ അവിടുത്തെ ഇതെല്ലാം വീണ്ടും അവിടെ പഠിച്ച് 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കമ്പനി വിളിച്ചു പറഞ്ഞു, ഞാൻ അത്യാവശ്യം വെൽഡിംഗ് ഒക്കെ പഠിച്ചു, അതുകൊണ്ട് വേറൊരു കമ്പനി എനിക്ക് ടെസ്റ്റ് ചെയ്താ. അപ്പോൾ കമ്പനി പറഞ്ഞു ശരി. അപ്പോൾ അടുത്ത കമ്പനി ടെസ്റ്റ് വിട്ടു, ഒരു ഷിപ്പിംഗ് കമ്പനിയാ. ഞാൻ പോയി, അപ്പോൾ വലിയ പ്രതീക്ഷ, ഒരു 6 മാസത്തെ എക്സ്പീരിയൻസ് ഒക്കെ ആയി. അപ്പോൾ നല്ല അത്യാവശ്യം വെൽഡിംഗ് ഒക്കെ പഠിച്ചു. ഞാൻ ചെന്നു, ഒരു 60 പൈപ്പ് വെൽഡ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പൈപ്പ് ചെയ്തു, ഇതിപ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു എക്സ്റേ എടുത്ത് വീണ്ടും അത് ഫെയിലായി പോയി. ദൈവമേ, ഞാൻ ആകെ നിരാശപ്പെട്ടു. കാരണം 1 വർഷത്തോളം അടുത്തോളമായി അവിടെയും പരാജയമാണല്ലോ. ഇനി എന്താ ചെയ്യുക? ഇനിയും പറയണമോ? ഞാനിവിടെ ഹെൽപ്പറായിട്ട് നിന്നോളാം. പക്ഷേ ഞാൻ പറയുന്നതിന് മുന്നേ ഇങ്ങോട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ടാക്ക വെൽഡറെ ആവശ്യമുണ്ട്, അതുകൊണ്ടൊരു കാര്യം, തൽക്കാലം നിൽക്ക്. അപ്പോൾ ഹെൽപ്പർ സാലറി അല്ല, വെൽഡർ സാലറി, ഇടയ്ക്കുള്ള സാലറി കിട്ടും. അപ്പം ഞാൻ 2 കൽപ്പിച്ച് പ്രിയ സഹോദരൻ നിന്നു. എന്ന് വെച്ചാൽ നിന്ദകൾ വരും. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ പരാജയങ്ങൾ ഓരോന്ന് ജീവിതത്തിൽ വരുമെന്ന് ഇന്ന് പകൽ നിങ്ങൾ ചിന്തിക്കല്ലേ. സുവിശേഷ വേലയിലേക്ക് ഇറങ്ങിത്തിരിച്ചാൽ നന്മ അനുഗ്രഹം എന്ന് ചിന്തിച്ചിറങ്ങിയെങ്കിൽ ഇല്ല പ്രിയ സഹോദരങ്ങളെ, പരാജയങ്ങൾ. എന്നാൽ ഓരോ പരാജയങ്ങളും ദൈവം നമ്മെ പഠിപ്പിച്ചെടുക്കുകയാ, ഓരോന്ന് പഠിപ്പിക്കുകയാ. നിന്ദകൾ വരൂ, പരിഹാസങ്ങൾ വരൂ, കയ്പിന്റെ അനുഭവങ്ങൾ വരൂ, അനേക കളിയാക്കോ. ഇതെല്ലാം എങ്ങനെയാ? ഒരു എക്സ്പീരിയൻസോടെ കർത്താവിനെ അറിഞ്ഞ് വരുമ്പോഴേ ഇതൊക്കെ പ്രാക്ടീസ് ആയി വരികയുള്ളൂ. നമ്മുടെ തലമുറയ്ക്ക് പ്രശ്നം എന്താണെന്നോ, പഠിച്ചങ്ങോട്ട് ഇറങ്ങി എന്തൊക്കെയോ ചെയ്യുമ്പോ
പ്രതിസന്ധി ഒന്ന് മുമ്പിലേക്ക് വരുമ്പോഴേക്ക് അവർ പരാജയപ്പെട്ടു പോകുകയാ. ജോസഫ് സാറൊക്കെ പണ്ടൊക്കെ നമ്മൾ പറയുന്നത് എത്രയോ അനുഭവങ്ങൾ പറഞ്ഞു. എന്തുകൊണ്ടാ ഇന്ന് ജ്വലിക്കുന്നതിന് കാരണം ഒരനുഭവമുണ്ട്. പ്രതികൂലത്തിന് വാക്കുകൾ വരുമ്പോൾ ക്ഷീണിച്ചു പോകാത്തതിന് കാരണം എന്താ? പലപ്പോഴും നമ്മൾ ക്ഷീണിക്കുമ്പോൾ എന്തുകൊണ്ട് അവർ ക്ഷീണിക്കുന്നില്ല? കാരണം അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അനുഭവത്തിൽ അവർ യേശുവിനെ അറിഞ്ഞു, യേശുവിന്റെ സ്നേഹത്തെ അറിഞ്ഞു. അനുഭവത്തോൽ ആ ഒരു അനുഭവത്തിൽ വെളിപ്പെട്ടെങ്കിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ കർത്താവിന് വേണ്ടി ജ്വലിക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു രാത്രിയിൽ കുറച്ച് വെൽഡർമാരൊക്കെ വെൽഡ് ചെയ്തിട്ട് ഒരു വശം അങ്ങോട്ട് വെൽഡ് ചെയ്തങ്ങ് ഇട്ടുപോയി. അപ്പോൾ ആ വെൽഡിങ് രാവിലെ ഫോർമാൻ വന്ന് നോക്കിയപ്പോൾ ആ വെൽഡിങ് അങ്ങ് മോശമായി കിടക്കുന്നു. അപ്പോഴത്തേനും അടുത്ത സൂപ്പർവൈസർ വന്ന് ആ വെൽഡിങ്ങിൻ്റെ ചാർജിനെ വിളിച്ച് ചീത്ത പറഞ്ഞു. അപ്പം ഞാൻ ടാക്ക വെൽഡർ അല്ലേ, അപ്പോൾ എന്നോട് പറഞ്ഞു, ലിജോ നീ ഒരു കാര്യം രാവിലെ തന്നെ അത് ഗ്രൈൻഡ് ചെയ്തൊക്കെ നല്ല ഭംഗിയാക്കി ഇട്ടേക്കണം, വേറെ നല്ല വെൽഡർമാരെ കൊണ്ട് ചെയ്യിക്കാം എന്തൊക്കെ പറഞ്ഞു. ഞാൻ പോയി വലിയ ഗ്രൈൻഡറൊക്കെ എടുത്ത് ഗ്രൈൻഡ് ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടു. ഇട്ട് കഴിഞ്ഞപ്പോൾ ഈ ചാർജൻ്റ് എന്നോടൊരു ചോദ്യം, നിനക്കത് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ചെയ്യാം. എൻ്റെ പ്രീസ് ഞാനങ്ങോട്ട് വെൽഡ് ചെയ്തൊക്കെ വെച്ചു. അതൊക്കെ വെൽഡ് ചെയ്ത് ഭംഗിയാക്കിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ ഫോർമാൻ വന്ന് ചോദിച്ചു, ആരെ വെൽഡ് ചെയ്തേ? അപ്പോൾ അത് ലിജോ ചെയ്താ. അത്രേ ഉള്ളൂ. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഞാൻ വീണ്ടും വന്നു എൻ്റെ ടാക്ക് അടിക്കാൻ വേണ്ടി. ഞാൻ എൻ്റെ വെൽഡിങ് മെഷീനും ആ സഞ്ചിയൊക്കെ ആയി വരുമ്പോൾ ആ ചാർജൻ്റ് എന്നോടൊരു കാര്യം പറയുക, നീ ഇന്ന് പോലും ടാക്ക് അടിക്കാൻ പോകണ്ട, അവൻ നീ അപ്പുറത്ത് ജോബ് അടിക്കാൻ പോ. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് അറിയുമ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പരാജയങ്ങൾ വരും. സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ നിരവധി പരാജയങ്ങൾ വരും. ആ പരാജയത്തിന്റെ നടുവിലോ നീ താഴ്മയുള്ളവരായി, താഴ്ന്ന മനസ്സുള്ളവരായി, എളിമയുള്ളവരായി അപ്പന്റെ പാദപീഠത്തിരുന്ന് നിന്നെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. 4 നാളായാലും നാറ്റം ഭവിച്ചാലും കല്ലറയുടെ മുമ്പിൽ അവൻ വരാതെ പോകുകയില്ല. നിരാശകൾ വരട്ടെ, സുവിശേഷത്തിൽ ഇറങ്ങിത്തിരിച്ച എൻ്റെ അഭിഷക്ത ദൈവദാസന്മാരെ, കഷ്ടതയുടെ കഠിന ശോധനകൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോഴും പലപ്പോഴും ചോർന്നൊലിക്കുന്ന പാസ്റ്റേജും അവേ നല്ലൊരു ബാത്റൂം. ഞാൻ പലപ്പോഴും ഷൈജു പാസ്റ്റർ കഴിഞ്ഞ വർഷം ഞാൻ പോയായിരുന്നു. എനിക്ക് ബാത്റൂം കൊണ്ട് വല്ലാത്ത സങ്കടം തോന്നി. ഞാൻ പറഞ്ഞതിന് കാരണം നിരാശകളുണ്ട്, ഭാരമുണ്ട്. എന്നാൽ പ്രിയ സഹോദര, നീ പരിഭവമില്ലാതെ, നീ പരാതിയില്ലാതെ ദൈവസന്നിധി നിൽക്കാൻ തയ്യാറായാൽ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് അനുഭവമുള്ളവർക്ക് സുവിശേഷത്തോട് ജ്വലിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അനുഭവത്തിൽ കർത്താവിനെ അറിഞ്ഞവന്റെ അകത്ത് വെളിപ്പെടുന്ന അടുത്ത ചിന്ത എന്താണെന്നോ? അവനിലെ ആത്മാവിൻ്റെ ശക്തി വെളിപ്പെടുക. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, രക്ഷിക്കപ്പെട്ടിറങ്ങിയത് കൊണ്ട് അനുഭവവും എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ഒരിക്കലും ആത്മാവിൻ്റെ ശക്തി വെളിപ്പെടുകയില്ല. അനുഭവത്തിൽ യേശുവിനെ അറിഞ്ഞവൻ്റെ അകത്തേക്ക് ഒരാത്മാവിൻ്റെ ശക്തി ഇറങ്ങും. ഇന്ന് പകല അനുഭവത്തിൽ യേശുവിനെ അറിഞ്ഞവൻ്റെ അകത്ത് വെളിപ്പെടുന്ന ആത്മശക്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഇല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ അനുഭവം ഇല്ലെങ്കിൽ ഈ ശക്തിയില്ല. എന്തുകൊണ്ട്? നമ്മുടെ പ്രിയ തലമുറകൾ വരണം. ഈ ദിവസങ്ങളിൽ ആത്മശക്തിയെ പ്രാപിച്ചെങ്കിൽ മാത്രമേ ധൈര്യത്തോടെ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. എവിടെ പോയാണെങ്കിലും ഈ ക്രിസ്തുവിനെ പ്രസംഗിക്കുവാൻ എനിക്കൊരു മടിയില്ല. കാരണം എന്താ? അനുഭവം അകത്ത് വെളിപ്പെട്ടപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവനിലേക്ക് ആത്മാവിന്റെ ശക്തി വെളിപ്പെട്ടു. നമുക്കറിയാം, പത്മോസിലേക്ക് യോഹന്നാനെ നാട് കടത്തിയപ്പോൾ വിഷസർപ്പങ്ങളും ക്ഷുദ്രജീവികളും അണിനിരക്കുന്ന പത്മോസിൽ യോഹന്നാനായിരിക്കുക. എന്നാൽ അവിടെ നോക്കിയേ, ഈ പ്രതിസന്ധി നിറഞ്ഞ പത്മോസിന്റെ ഏകാന്തതയിൽ മുഴങ്കാലും അടക്കിയപ്പോൾ ആത്മാവിന്റെ ശക്തി അവനിലേക്ക് വെളിപ്പെട്ടു. ആ ക്ഷുദ്ര ജീവികൾ അണിനിരക്കുന്ന പത്മോസ് ദൈവ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞെങ്കിൽ ഇന്ന് പകൽ പ്രതിസന്ധികൾ വരട്ടെ, മുഴങ്കാലും മടക്കാൻ നീ തയ്യാറായാൽ എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ അകത്ത് വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഏത് പ്രതിസന്ധിയുടെ നടുവിലോ നിങ്ങൾ ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കുമെന്ന് കാരാഗ്രഹത്തിൽ പൗലോസ് ശീലാസമായിരിക്കുന്നില്ലേ? അവർ ദൈവത്തെ ആത്മാവിൽ ആരാധിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാന കുലുങ്ങിയതെങ്ങനെയോ അവരിൽ വെളിപ്പെട്ട ദൈവശക്തി, അവരുടെ മേൽ പകർന്ന ആത്മാവിന്റെ ശക്തി കാരാഗ്രഹത്തിന്റെ കാരാഗ്രഹത്തെ തകർക്കുവാൻ ഇടയായെങ്കിൽ ഇന്ന് പകലും നിന്റെ ജീവിതത്തിന്റെ മേൽ ശത്രു ഒരുക്കിയ സകല ബന്ധനങ്ങളെയും അഴിക്കുവാൻ, ശത്രു ഒരുക്കിയ സകല പോരാട്ടങ്ങളെയും അടിക്കുവാൻ നിന്റെ മേൽ പകർന്ന ആത്മശക്തിക്ക് സുന്ദരമെന്ന ദേവാലയത്തിന്റെ മുമ്പിൽ ഒരു ഭിക്ഷക്കാരൻ ഇരിക്കുക. എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുന്നേ, എന്തെങ്കിലും ലഭിക്കുമെന്ന് വെച്ചുകൊണ്ട് പത്രോസിനെ യോഹന്നാനെ ഉറ്റുനോക്കി. ഒറ്റ
ഒറ്റ പദമയോടെ പറഞ്ഞുള്ളൂ, പൊന്നു വെള്ളി ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് തരാം. യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക. ഓരോ ശബ്ദത്തിൻ്റെ മുമ്പ് അവൻ ചാടി എഴുന്നേറ്റെങ്കിൽ ഇന്ന് പകൽ എന്തുകൊണ്ട് അവർക്കൊരു അനുഭവമുണ്ട്. അനുഭവമുള്ളവൻ്റെ ഏകത്ത് ആത്മാവിൻ്റെ ശക്തി വെളിപ്പെട്ടു. ഇന്ന് പകലും നമ്മുടെ ഏകത്ത് ആത്മാവിൻ്റെ ശക്തി വെളിപ്പെട്ട് നമ്മളുടെ ചില ദൈവപ്രവർത്തികൾ ചെയ്യുന്നത്. പലപ്പോഴും ഇന്ന് പകലും ഒരാഗ്രഹവും കൊതിയും അകത്ത് വേണം. ഞങ്ങളിന്ന് രാവിലെ ഞാനൊരു 11 മണി കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയേ. അപ്പം നാളെ നമ്മുടെ മയിലാടി കൺവെൻഷൻ ഉണ്ട്, തിങ്കളാഴ്ച, തിങ്കളും ചൊവ്വയും 2 ദിവസം. എല്ലാ പ്രിയപ്പെട്ടവരും കടന്നു വരണം. അപ്പം ഞങ്ങൾ രാവിലെ ഇറങ്ങിയിട്ട് അവിടുന്ന് മുതൽ ഞങ്ങളുടെ വീടിൻ്റെ അവിടുന്ന് ഒരു അരമണിക്കൂർ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് 1 കിലോമീറ്റർ നോട്ടീസ് ബൈക്കിൽ കൊടുത്ത് പോകാം. ഞങ്ങൾ രാവിലെ ഇറങ്ങി 10:30 ആയിട്ടും സംഭവം തീരുന്നില്ല. ഞങ്ങൾ ഓരോ വീട്ടിൽ കയറി ചെല്ലും, അവിടെ കൊടുക്കും, വർത്തമാനം പറയും, 1 മിനിറ്റ് ഇരിക്കും, 1-2 വാക്ക് പ്രാർത്ഥിക്കും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ലജ്ജ കൂടാതെ സുവിശേഷം പ്രസംഗിക്കണമെന്ന്. ഞങ്ങൾ അവിടെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു രോഗിയായ ഒരു മനുഷ്യനെ കണ്ടു. അദ്ദേഹം അനേക നാളുകളായിട്ട് അദ്ദേഹത്തെ നടുവേദനയായിട്ട് ഭാരപ്പെടുന്നു, ഓപ്പറേഷൻ ചെയ്തു, എന്നിട്ടും ഒരു വിടുതലില്ല. ഞാൻ കുഞ്ചാനോണി പോയി അവിടെ ഇരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ അവിടുത്തെ ആൻറ്റി പറഞ്ഞു, വടക്കോട്ട് തിരിഞ്ഞു നിൽക്ക്. ഞങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് ആ പ്രതിഷ്ഠയുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കണം. ഞങ്ങൾ ഒരു മടിയും കാണിച്ച് നേരെ അങ്ങോട്ടങ്ങ് തിരിഞ്ഞു നിന്നു. പലപ്പോഴും പ്രിയ നമ്മളെങ്ങനെയാണെന്ന് അറിയുമോ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അവർക്കത് അറിയാത്തത് കൊണ്ടാണ്. പക്ഷേ അറിയുന്നത് വരെ നമ്മൾ അവരോട് സപ്പോർട്ട് ചെയ്ത് നിൽക്കണോ. പലപ്പോഴും നമ്മളെങ്ങനെയാ അവിടെ ചെല്ലും, നമ്മളങ്ങ് ഫൈറ്റ് ചെയ്യും. അങ്ങനെ നിൽക്കാൻ പാടില്ല, നമ്മൾ തിരിഞ്ഞു നിന്നേ പറ്റത്തുള്ളൂ, ഞങ്ങളങ്ങനെ നിൽക്കത്തില്ല എന്നല്ലെന്ന്. അവരെ നേടണമെങ്കിൽ നാം അവരിലേക്കൊന്ന് ഇറങ്ങി ചെല്ലണമെന്ന്. പലപ്പോഴും നമ്മൾ രക്ഷിക്കപ്പെട്ട്, എനിക്കറിയാം എൻ്റെ കുടുംബത്തിലൊരു സഹോദരനാ, അദ്ദേഹം പറയാം, പള്ളിക്കകത്ത് കയറി പോലും ചെല്ലരുത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവനാ, പള്ളിക്കകത്ത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വിദ്യാബോധങ്ങൾ ഇന്ന് പകൽ ആ ഒരു അനുഭവം നിന്റെ അകത്ത് വെളിപ്പെടുന്നെങ്കിൽ നിനക്ക് അനേകരെ നേടാൻ കഴിയത്തില്ല. നീ ദരിദ്രനെ നേടണമെങ്കിൽ നീ ദരിദ്രനെ പോലെ അവരിലേക്ക് ഇറങ്ങി ചെല്ലണം. അതിൻ്റെ ഉദാഹരണം പൗലോസ്, വെളിപ്പാടിന്റെ ആധിക്യം കണ്ടവൻ, കഷ്ടതകളുടെ കഠിന ശോധനകളിലൂടെ കടന്നുപോയ ഒരഭിഷക്ത് അനേകരെ നേടുവാൻ ഇറങ്ങി തിരിച്ച വഴികൾ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുന്നത് ആര്? കഷ്ടമോ നഷ്ടമോ ഉപദ്രവമോ ആപത്തോ വാളോ ഉയരത്തിലുള്ളതിനോ താഴ്ചയിലുള്ളതിനോ, ഇവയ്ക്കൊന്നും ദൈവ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കാൻ കഴിയുകയില്ല. ഒരു കൊതിയകത്ത് വെളിപ്പെടണമെങ്കിൽ ഒരനുഭവമുള്ളവന് ഈ പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കാൻ കഴിയുകയുള്ളൂ. അനുഭവമുള്ളവന്റെ അകത്ത് ആത്മാവിന്റെ ശക്തി, അവൻ മുഴങ്കാലം മടക്കുമ്പോഴേ അവനിലേക്ക് ദൈവസാന്നിധ്യം ഇറങ്ങൂ. ദൈവസാന്നിധ്യം ഇറങ്ങിയെങ്കിലേ വന്നിരിക്കാൻ പറ്റത്തുള്ളത്. ഇരുന്ന് വചനം കേൾക്കുവാൻ ഒരു നിറവിന്റെ അനുഭവം. ഇന്നലെ രാത്രി ഒരു ഭയങ്കര സന്തോഷമായി. കൺവെൻഷൻ കഴിഞ്ഞിട്ടും ആരും പോകുന്നില്ല, ആണ് കൂടി ഒരു പ്രത്യേക പ്രസന്നത ഇന്നലെ എനിക്ക് ഫീൽ ചെയ്തൂടെ. ഒരു ദൈവസാന്നിധ്യം അങ്ങോട്ട് ഇറങ്ങി. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ഓരോരുത്തരുടെ മേലും ആ ദൈവസാന്നിധ്യം ഒന്ന് ഇറങ്ങിയാൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ വ്യാപരിക്കുന്ന അന്ധകാര മണ്ഡലങ്ങൾ അടിയുമെന്ന്. നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന പൈശാചിക മേഖലകൾ മുമ്പോട്ട് വിടാൻ കഴിയാതെ നിങ്ങളുടെ കുടുംബ ജീവിതങ്ങളെ, നിങ്ങളുടെ ഭൗതിക നന്മകളെ, നിങ്ങളുടെ സ്വസ്ഥതയെ, നിങ്ങളുടെ തലമുറകളെ ബന്ധിച്ചിരിക്കുന്ന പൈശാചിക ബന്ധനങ്ങളെ അടിക്കണമെങ്കിൽ നിന്റെ അകത്ത് ഒരു അഭിഷേകത്തിന്റെ ശക്തി ഒന്ന് ജ്വലിക്കണം. ഇത് മുട്ടോളമല്ല, അരയോളമല്ല, നീന്തീട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത വിധത്തിൽ ആത്മശക്തി അകത്ത് വെളിപ്പെട്ടാൽ ഒരു ശക്തിക്ക് നിന്റെ കുടുംബത്തെ തകർക്കാൻ കഴിയുകയില്ല. പലപ്പോഴും എൻ്റെ പ്രിയ എൻ്റെ സഹോദരങ്ങളുണ്ട്, അവർക്ക് പലപ്പോഴും കൂടോത്രമുണ്ട്, മന്ത്രബാധമുണ്ട്. ഇതൊക്കെ പേടിച്ചിരിക്കുന്ന പലരെയും എനിക്കറിയാം. എൻ്റെ പ്രിയ സഹോദരൻ, എന്തുകൊണ്ടാ നിന്റെ അകത്ത് ആത്മാവിൻ്റെ ശക്തി വെളിപ്പെടാത്തത് കൊണ്ടാ. നിന്റെ അകത്ത് ആത്മാവിൻ്റെ ശക്തി അകത്ത് വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ധൈര്യം, ഒരു പ്രത്യേക പവർ നമ്മുടെ അകത്ത് വെളിപ്പെടുമെന്ന് ഇന്ന് പകൽ. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഒന്ന് അനുഭവം വെളിപ്പെടണോ, 2 ആത്മാവിൻ്റെ ശക്തി. നമുക്കറിയാം ഏലിയാവിൻ്റെ ചരിത്രം നമുക്കറിയാം. ഒരിക്കൽ ഏലിയാവിനോട് ദൈവം പറയും, ഏലിയാവേ, നീ ആഹാബിന്റെ മുമ്പാകെ പോയി പ്രവചിക്കണം. എന്താ? ഞാൻ പറയാതെ ദേശത്ത് മഴ പെയ്യത്തില്ല, മഴ പെയ്യുകയില്ല. ആ ഏലിയാവ് ചെല്ലുകയാ. ഒരു കൊട്ടാരത്തിന്റെ അകത്ത് രാജാവുണ്ട്, രാജഭടന്മാരുണ്ട്, എത്രയോ പേരാ. അതിന്റെ നടുവിലൂടെ ധൈര്യത്തോടെ കൊട്ടാരത്തിന് അകത്ത് കയറി രാജാവിന്റെ മുമ്പിൽ നോക്കി പറയുക, രാജാവേ, ഇനി ഞാൻ പറയാതെ ദേശത്ത് മഴ പെയ്യുകയില്ല, മഞ്ഞ് പെയ്യുകയില്ല. ഏലിയാവേ, എവിടുന്നാ നിനക്ക് ഇത്രയധികം ധൈര്യോ? ഒരു കൊട്ടാരത്തിന്റെ അകത്ത് കയറി ചെന്നിട്ട് രാജാവിന്റെ മുഖത്ത് വിരൽ ചൂണ്ടി പറയേണ്ടൊക്കെ വേണം അവരിൽ വ്യാപരിച്ച ദൈവശക്തി.
ഉടവന വൈഡവ ശബ്ദരാരഘടകസിയ. ഇത് പകൽ നമ്മുടെ അകത്ത ദൈവശക്തി അങ്ങോട്ട് ഇറങ്ങിയാൽ, നിങ്ങൾ ഇരിക്കുന്ന ഈ ഇരിപ്പല്ലെന്ന് ആത്മാവിന്റെ ശക്തി അകത്ത് കയറിയാൽ ഒരു പ്രത്യേക ദൈവസാന്നിധ്യം കൊണ്ട് ഇത് പകൽ ഇറങ്ങട്ടെ നമ്മുടെ മേല ദൈവശക്തി നമ്മിലേക്ക് വെളിപ്പോട്ടെ. നമുക്കറിയാം, കർമ്മേലിന്റെ മുകളിലേക്ക് നോക്കിയേ, ഒരു വശത്ത് അശോര പ്രവാചകന്മാർ, ഒരു വശത്ത് ബാലിന്റെ പ്രവാചകന്മാർ, ഒരു വശത്ത് ഇസ്രായേൽ ജനം, ഒരു വശത്ത് ആഗവും സൈന്യവും. അതിന്റെ നടുവിൽ ഒറ്റക്കേലി അവിടെ നിൽക്കുകയാ. എന്താ ചെയ്ത്? ഇടിഞ്ഞു കിടന്ന യാഗപീഠത്തെ ഏലിയാവ് പണിതു. ഇടിഞ്ഞു കിടന്ന യാഗപീഠത്തെ ഏലിയാവ് പണിതപ്പോ എന്താ സംഭവിച്ച്? സ്വർഗത്തിലെ തീയിറങ്ങി യാഗപീഠത്തെയോ അതിലെ തോടികളെ വറ്റിച്ചു കളയത്തക്ക വിധത്തിൽ ദൈവശക്തി അവിടെ വെളിപ്പെട്ടെങ്കിൽ, ഇന്ന് പകൽ ഞാൻ പറയോ, നിന്റെ മേൽ ദൈവശക്തി വെളിപ്പെടാത്തതിന്റെ കാരണം എന്തോ? ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠത്തെ ഒന്ന് പണിതെങ്കിൽ, പലപ്പോഴും യാഗപീഠം പലപ്പോഴും തകർന്ന അനുഭവത്തിൽ കിടക്കുന്നത് കൊണ്ട് നിങ്ങളിലേക്ക് ദൈവശക്തി ഇറങ്ങി വരുന്നില്ല. ഇന്ന് പകൽ ഈ സുവിശേഷ മഹായോഗത്തിന്റെ ഈ പകൽ സെക്ഷന്റെ അവസാനത്തെ മീറ്റിംഗിൽ ഞാൻ പറയോ, യാഗപീഠത്തെ പണിയുക. എവിടെയെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിട്ട് ഇന്ന് പകൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതെങ്കിൽ, ഇവിടെ എഴുന്നേറ്റ് പോകുമ്പോൾ പണിയപ്പെട്ടവനായി നിറവ് പ്രാപിച്ചവനായി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ, യഹോവയുടെ തീ നിങ്ങളുടെ മേൽ ഇറങ്ങിയാൽ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പല്ല. 19 വയസ്സ് വിശ്വാസത്തിലേക്ക് ഇറങ്ങിയൊരു ചരിത്രം പലപ്പോഴും ഞാൻ ഓർക്കുന്നു. എന്നാൽ ഇന്ന് പകൽ 30ാമത്തെ ജനറൽ കൺവെൻഷന്റെ ഈ വേദിയിൽ നിന്നോട് പ്രാഗൽഭ്യത്തോടെ ദൈവവചനം പ്രസംഗിക്കുവാൻ എന്നെ പ്രാപ്തനാക്കിയെന്തോ, ആത്മാവിന്റെ ശക്തി എന്നിലേക്ക് വെളിപ്പെട്ടത് കൊണ്ട് ആള് മാറിയവരെ പോലെ എന്റെ ദൈവം നിർത്തി. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, 20 ഇറങ്ങിയപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് ചോറും കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഒരു 10 മണിയാകുമ്പോൾ മെയിൻ റോഡിന്റെ സൈഡിൽ കൂടെ നടന്നുകൊണ്ട് പ്രാർത്ഥിക്കോ. ആത്മാവിൽ നിറഞ്ഞ അഭിഷേകത്തിൽ അന്യഭാഷ പറഞ്ഞ് നടന്ന പല ചരിത്രങ്ങളുണ്ട്. പ്രിയ സഹോദരങ്ങളെ, പലപ്പോഴും വെറുതെയൊക്കെ നിന്ന് സൈറ്റിൽ ജോലി ചെയ്യുമ്പോൾ ഞാൻ വെറുതെ നിന്ന് പ്രസംഗിക്കും. വെറുതെ ഇങ്ങനെ ഓരോ പ്രസംഗിക്കും. ഒരു ദിവസം ഉച്ചയ്ക്ക് ചോറ് കഴിച്ച് ഞാൻ പ്രസംഗിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ വെറുതെ പ്രസംഗിക്കുക. ഇപ്പോൾ ഒരു സൂപ്പർവൈസർ ഇങ്ങനെ നോക്കിയിരിക്കുക, അങ്ങ് മാറി നിന്നുകൊണ്ട് എൻ്റെ പ്രസംഗം നോക്കിക്കൊണ്ട്. അപ്പം അദ്ദേഹം ചെയ്തൊരു വട്ടാണ്, ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ പറയാം, കൊതിയോടെ ഈ നാളുകളിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുവാനുള്ള ഒരാഗ്രഹം അകത്ത് വെളിപ്പെട്ടാൽ നിന്നെ പിടിച്ച കിട്ടത്തില്ലെന്ന്. എൻ്റെ ദൈവം നമ്മെ ഉയർത്തുമെന്ന്, നമ്മെ മാനിക്കേണ്ടതുപോലെ മാനിക്കും. പക്ഷേ നമ്മുടെ അകത്തെ കൊതി വെളിപ്പെടുന്നില്ല. ആത്മാവിന്റെ ശക്തി അനുഭവത്തിൽ കർത്താവിനെ അറിഞ്ഞവന്റെ അകത്തേക്ക് ആത്മാവിന്റെ ശക്തി വെളിപ്പെടും. ആത്മാവിന്റെ ശക്തി അകത്ത് വെളിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവന്റെ അകത്തൊരാത്മഭാരമോ, കർത്താവിനെ അറിയിക്കുവാൻ, അനേകരെ കർത്താവിലേക്ക് നയിക്കുവാനുള്ള ഒരാത്മഭാരം. ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ നാട്ടിൽ വന്നപ്പോൾ എൻ്റെ വീടിന് തൊട്ടപ്പുറം ഞങ്ങളുടെ പഞ്ചായത്തിൽ ഞാനും എൻ്റെ പിതാവും കൂടെ ഞങ്ങൾ പഞ്ചായത്തിൽ പോയി. അപ്പോൾ ഞാനും എൻ്റെ പിതാവും ബൈക്കിൽ പോയപ്പം ഒരു എരഞ്ഞിമങ്ങാട് പറഞ്ഞ സ്ഥലമുണ്ട്, ചെറിയൊരു ജംഗ്ഷനാണ്, ചെറിയ ചാറ്റമഴ പെയ്തുകൊണ്ടിരിക്കുക. അപ്പം അവിടെ നിന്നുകൊണ്ട് ഒരു കൂട്ടം ദൈവദാസന്മാരൊക്കെ പരസ്യോഗം നടത്തുക. ചെറിയ ചാറ്റമഴയാ. ഈ ചാറ്റമഴയ്ക്കകത്ത് പരസ്യോഗം നടത്തുമ്പോൾ എൻ്റെ അപ്പം പറഞ്ഞു, ഇവർക്ക് അമേരിക്കയിൽ നിന്നൊക്കെ നല്ല പൈസ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഈ മഴയത്തും ഇവർ നിന്നുകൊണ്ട് ഈ പരസ്യോഗം നടത്തുന്നതിന് കാരണമല്ല, ആരാ ഈ തണുപ്പ്, ചെറിയ ഈ ചാറ്റമഴ, ചെറിയ ജൂലൈ ആഗസ്റ്റ് മാസമോ തണുപ്പ് സമയത്ത് ആരാണ് ഇങ്ങനെ പരസ്യോഗം നടത്തണേ? അപ്പം ഞാൻ ഒരടി അങ്ങോട്ട് മുമ്പോട്ട് പോയി അപ്പനോട് പറഞ്ഞു, അപ്പാ ഒരു വാക്യം പറഞ്ഞു, സുവിശേഷം എൻ്റെ മേൽ നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. പൗലോസിന്റെ വാക്ക്, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. സുവിശേഷം അറിയിച്ചില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടോ. ആ നിർബന്ധം അകത്ത് കിടക്കുമ്പോൾ, ആ ആത്മഭാരം അകത്ത് കിടക്കുമ്പോൾ എങ്ങനെ അറിയിക്കാതിരിക്കോ? അയ്യോ കഷ്ടോ. ആത്മഭാരം അകത്തുള്ളവർ ആളി കത്തുന്ന ഒരു ദീപമായി മാറും. ഞാൻ 84 വയസ്സുള്ള അപ്പച്ചനോട് കഴിഞ്ഞ് സംസാരിച്ചപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, എത്രയോ സ്ഥലങ്ങളിലെ പ്രവർത്തനങ്ങൾ, അവിടെ പ്രവർത്തനം ഞാൻ എണ്ണാമൻ, അതുപോലെ അവിടെ പ്രവർത്തനം, ഇവിടെ പ്രവർത്തനം, എത്ര കാര്യങ്ങളാ. 83-4 വയസ്സ് ഇത്ര ആത്മാവിൽ നിറഞ്ഞ് കർത്താവിനോട് ഓടുമ്പോൾ എൻ്റെ യുവജന സുഹൃത്തുക്കളെ, മടങ്ങി വരിക, ഒരാത്മശക്തിയെ പ്രാപിക്കുക, അനുഭവം വെളിപ്പെട്ട്. നമുക്ക് കഷ്ടതകളിലൂടെ കടന്നുപോയ ചരിത്രങ്ങളുണ്ട്. ഇന്നത്തെ തലമുറയ്ക്ക് അതില്ലാത്തത് കൊണ്ട് ദൈവത്തെ അനുഭവത്തിൽ അറിയുവാൻ മറന്നുപോയ ഒരു കാലഘട്ടത്തിൽ ഈ നാളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അനുഭവത്തിൽ കർത്താവിനെ അറിയുവാൻ യേശുവിന്റെ സ്നേഹം അവിടെ ഹൃദയങ്ങളിലേക്ക് പകരേണ്ടതിന്
ഒരു നിമിഷം കണ്ണുകൾ ദൈവത്തിലേക്ക് അടയോ. എൻ്റെ സമയോടെ തീർന്നിരിക്കുക. ഇന്ന് പകൽ ദൈവകരങ്ങളിലേക്ക് നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. പൗലോസിന്റെ വാക്കുകൾ, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനോ, ആദ്യം യഹൂദനോ പിന്നെ യവനനോ, അത് രക്ഷയ്ക്കായുള്ള ദൈവശക്തിയാകുന്നു. എനിക്ക് ലജ്ജയില്ല. അധികാരത്തിന്റെ മുദ്ര കയ്യിലുള്ളവൻ, കോടാനുകോടി സ്വത്തിന്റെ ഉടമയായവൻ, ദൈവിക ദർശനം കണ്ടു കഴിഞ്ഞപ്പോൾ, വെളിപ്പാടിന്റെ ആധിക്യം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ലജ്ജയില്ല. അടിയേൽക്കാനും നിന്നയേൽക്കാനും പരിഹാസമേൽക്കാനോ എനിക്കൊരു മടിയില്ല. കാരണോ എനിക്കറിയോ, ഈ സുവിശേഷത്തിന് മാത്രമേ ജീവരക്ഷ നേടാൻ സാധ്യമാകത്തുള്ളൂ. അതുകൊണ്ടല്ല എഴുതിയ, മറ്റൊരുത്തരിലും രക്ഷയില്ല, മറ്റൊരുത്തരിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരു നാമോ ഇന്ന് പകലോ ഞാൻ ആവേശത്തോടെ പറയുന്നു, യേശു എന്ന നാമം. ആ നാമത്തിന് മാത്രമേ വിടുതലുള്ളൂ. അതുകൊണ്ട് ഇവാഞ്ചലിസം ബോർഡിന്റെ ഈ മീറ്റിംഗ് ഞാൻ പറയോ, സുവിശേഷത്തിന് വേണ്ടിയുള്ള ഒരു ദാഹം അകത്ത് വെളിപ്പെട്ട്, അത് വെളിപ്പെടണമെങ്കിൽ അനുഭവമുള്ളവന് മാത്രമേ ദാഹമുള്ളൂ. അനുഭവമുള്ളവന്റെ അകത്തെ ആത്മശക്തിയുള്ളൂ. അനുഭവമുള്ളവന്റെ അകത്തെ ആത്മഭാരമുള്ളൂ. ആ അനുഭവത്തോടോ ആത്മശക്തിയോടോ ആത്മഭാരത്തോടും കൂടെ ഈ നാളുകളിൽ നമുക്ക് ഒരുമിച്ച് ദൈവരാജ്യ വ്യാപ്തിക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് ഓർമ്മിച്ചുകൊണ്ട് എനിക്ക് അവസരമൊരുക്കിയ ഇവാഞ്ചലിസം ബോർഡിനോട് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.